ഇതാണ് ഇന്ന് കേരളക്കര മുഴുവൻ ചർച്ച ചെയ്യുന്ന സുമതി വളവ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സുമതി വളവ്? ആരാണ് സുമതി എന്ന പെൺകുട്ടി? എന്താണ് ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? തിരുവനന്തപുരം ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായ പാലോടിനും കല്ലറയ്ക്കും ഇടയിലുള്ള ഒരു റോഡ് വളവാണ് സുമതി വളവ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. ഈ വളവിന് ഈ പേര് വരാനുണ്ടായ കാരണം 1953 നടന്ന ഒരു ദുരന്ത കഥയാണ്. അന്ന് സുമതി എന്ന പേരുള്ള ഒരു യുവതിയെ അവരുടെ കാമുകൻ ഈ വളവിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. താൻ ഗർഭിണിയാണെന്ന് സുമതി അറിയിച്ചപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി ഉത്സവത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഈ വിജനമായ സ്ഥലത്തെത്തിച്ചാണ് കാമുകൻ അവരെ കൊലപ്പെടുത്തിയതെന്നാണ് കഥ. ഈ സംഭവത്തിന് ശേഷം സുമതിയുടെ ആത്മാവ് ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ആളുകൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു. വണ്ടി താനെ ഓഫായി പോവുക, വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുക, വഴിയിൽ ആളെ കാണുക എന്നിങ്ങനെയുള്ള പലതരം ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും ഈ വളവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. ഈ കഥയെ അടിസ്ഥാനമാക്കിയാണ് സുമതി വളവ് എന്ന പേരിൽ ഒരു സിനിമ പുറത്തിറങ്ങി.